പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ വർഷത്തെ അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റിലെ മെഗാ ഫിനാലയിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ചെനാബ് റെയിൽവേ പാലം ഏത് നദിക്ക് കുറുകെയാണ്? ചെനാബ് നദി ജമ്മു കാശ്മീർ. ഏത് സംസ്ഥാനത്തെ നദിയാണ് ചെനാബ് നദി എന്നും ചോദ്യം ഉണ്ടായിരുന്നു. 2025 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച വ്യക്തി ഏത് സംസ്ഥാനത്തു നിന്നുള്ളതാണ്? കേരളം. ശ്രീ മോഹൻലാലിനായിരുന്നു 2023 ഈ പുരസ്കാരം കഴിഞ്ഞ വർഷം 71ാമത് അവാർഡ് ദാന ചടങ്ങിൽ വെച്ച് നൽകിയത്. ഗാന്ധിജി വെടിയേറ്റു വീണ ബിർള മന്ദിരം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഡൽഹിയിലാണ് ബിർള മന്ദിരം സ്ഥിതി ചെയ്യുന്നത്. ശുഭാൻശു ശുക്ലയുടെ ജന്മദേശം ഏതാണ്? ഉത്തർപ്രദേശ്. അദ്ദേഹം ലക്നൗ സ്വദേശിയാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ISROയുടെ ഗഗൻയാൻ ദൗത്യത്തിൻ്റെ ഭാഗമായി 2025 ജൂലൈയിൽ ആക്സിയം മിഷൻ 4ൻ്റെ ഭാഗമായി രാകേഷ് ശർമ്മയ്ക്ക് ശേഷം ബഹിരാകാശത്തേക്ക് യാത്ര ചെയ്ത രണ്ടാമത്തെ ഇന്ത്യക്കാരൻ 2026 അദ്ദേഹത്തിന് അശോക ചക്ര ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ഇറങ്ങാൻ പോകുന്ന പുസ്തകമാണ് ദ സെക്കൻഡ് ഓർബിറ്റ്. ആലപ്പുഴ ജില്ലയിലെ ജന്മിമാർക്കെതിരെ കർഷകരും കർഷക തൊഴിലാളികളും കയർ തൊഴിലാളികളും മത്സ്യത്തൊഴിലാളികളും നടത്തിയ സമരം ഏതായിരുന്നു? പുന്നപ്ര വയലാർ സമരം. സർ CP രാമസ്വാമി അയ്യർക്കെതിരെ 1946 ഒക്ടോബറിലായിരുന്നു ഈ കലാപം നടന്നത്. ടക്സ് പെയിൻറ്റിലെ പെൻഗ്വിൻ്റെ പേരെന്താണ്? ടക്സ് എന്ന് തന്നെയാണ് ഈ പെൻഗ്വിൻ്റെ നാമം. രോഗം മാറുമെന്ന് വിശ്വസിപ്പിച്ച് യാതൊരുവിധ ഔഷധ ഗുണവുമില്ലാത്ത മരുന്നുകൾ നൽകി രോഗിക്ക് രോഗം മാറുന്ന ഒരവസ്ഥ പ്ലാസിബോ എഫക്റ്റ് അല്ലെങ്കിൽ പ്ലാസിബോ പ്രഭാവം. റഷ്യ ഉക്രൈൻ യുദ്ധം തുടങ്ങിയത് എന്നാണ്? ഏത് വർഷം? 2022 ഫെബ്രുവരി 24 റഷ്യ ഉക്രൈനെ ആക്രമിച്ചത്. ഇന്റർപോൾ കളർ കോഡ് ചെയ്ത നോട്ടീസുകൾ ഏതൊക്കെ? റെഡ് നോട്ടീസ് ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് കൈമാറാൻ സഹായിക്കുന്നു. യെല്ലോ നോട്ടീസ് കാണാതായവരെ കണ്ടെത്താൻ. ഗ്രീൻ നോട്ടീസ് കുറ്റവാളികളുടെ നീക്കങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ബ്ലാക്ക് നോട്ടീസ് തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ കണ്ടെത്താൻ. VS അച്യുതാനന്ദൻ്റെ ആത്മകഥയുടെ പേരെന്താണ്? സമരം തന്നെ ജീവിതം. അദ്ദേഹം ഒരു തവണയാണ് മുഖ്യമന്ത്രിയായിട്ടുള്ളത്. 2 തവണ പ്രതിപക്ഷ നേതാവായിരുന്നു. 12ാം നിയമസഭയിലെ 20ാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു VS.